ഗോഡ് ബ്ലസ് യു എവറിബഡി. നമ്മളിപ്പോൾ ക്ലോത്ത് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കുറേ പ്രൊസീജിയർ ഉണ്ട്. അത് ഫസ്റ്റ് പ്രൊസീജിയർ അതിൻ്റെ നെറ്റിങ്, ഡൈയിങ്, കോമ്പാക്റ്റിങ്. അതാണ് ക്ലോത്ത് ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള പ്രൊസീജിയർ. ഇപ്പോൾ ഈ കമ്പനി കാണിക്കാൻ പോണത് ഇത് പ്രിൻറ്റിംഗ് ആണ്. നമ്മൾ എല്ലാ ടൈപ്പ് പ്രിൻറ്റിങ് ഉണ്ടാവുമല്ലോ. ടീഷർട്ട്, ലേഡീസ് ആയാലും ജെൻസ് ആയാലും ടീഷർട്ടിലായാലും മറ്റെല്ലാ സമയ ഡ്രസ്സുകളും വലിയ ഡ്രസ്സുകളിൽ പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ടീഷർട്ടിൻ്റെ ലേഡീസ് ചെറിയ ടീഷർട്ടുകൾ, വലിയ ടീഷർട്ടുകൾ, ലേഡീസിൻ്റെ ചെറുത് വലുത്, ഗേൾസ്, ബോയ്സ്, അങ്ങനെ എല്ലാ ടൈപ്പും വിവിധ തരം പ്രിൻറ്റിങ് ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റിങ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കമ്പനി. ഇതാണ് ഈ കാണുന്ന ഫ്രെയിം. ഇതിലാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ആയതിനാൽ നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈൻ ചെയ്യുന്ന ഫ്രെയിമാണിത്. ഈ മോഡലിലാണ്, ആ മെഷീനിലാണ് പ്രിൻറ്റിങ് ചെയ്യണത്. ഇത് അത്യാവശ്യം വലിയ കമ്പനിയാണ്. ഇതൊക്കെ ഡിസൈൻസാണ്, ഇതെല്ലാം ഡിസൈൻസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആയതിനെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത്, ഇതിനെ ഫ്രെയിം എന്ന് പറയും. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത് ഇതിലിങ്ങനെ വെക്കും. ഡിസൈൻ ചെയ്തിട്ട് ഇത് ഡിസൈൻ വെച്ച സംഭവമാണ്. ഇത് റൗണ്ട് ചെയ്യുന്ന മെഷീൻസാണ്. ഇത് ഗ്യാസാണ്. ഗ്യാസിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ ടേൺ ചെയ്യും, റൗണ്ട് ചെയ്തിട്ട് ഈ തട്ടിൽ വെക്കും. ഇത് തട്ടെന്നാണ് പറയുന്നത്. തട്ടിൽ വെച്ചിട്ട് ക്ലോത്ത് ഈ തട്ടിൽ വെക്കും. ക്ലോത്ത് ഈ തട്ടിൽ വെച്ചിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് ആ ഭാഗം എത്തുമ്പോൾ അത് പ്രസ് ചെയ്തിട്ട് അതിൽ ആ ഡിസൈനിൽ പെയിൻറ്റ് തേക്കും. എന്നിട്ട് അത് ഗ്യാസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈൻ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ കാണുന്നത് ഇതേപോലെ. ഇപ്പോൾ ക്ലോത്തില്ല, അത് ഡിസൈൻ ചെയ്യണതാണ്. ഇനി ഇത് ഹീറ്റ് ചെയ്യും. ഇത് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. ഓരോ ടൈപ്പിൽ പെയിൻറ്റിലാണ് ഓരോന്നും ചെയ്യണത്. 3 പേര് എന്നിട്ടാണ് ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യണത്. അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ ടൈമാണ്, ലഞ്ച് ടൈമാണ്. മാത്രമല്ല ഇപ്പോൾ വർക്ക് കുറവാണ്. ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വേറൊരു പ്രോസസ്സിങ് കൂടി ഉണ്ട്. ഇതാണ് ഒരു ഫ്യൂസിങ് മെഷീൻ എന്ന് പറയും. ഈ മെഷീനിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് സുബണ്ണൻ ആണ് പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാ സെക്ഷനും ഇൻചാർജ്. ഈ മെഷീനിൽ കൊണ്ടുവന്നിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇസ്മി ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.